ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ഓൺ എക്സാമിങ് പഠിത്തു തുടങ്ങിയില്ലേ? അപ്പോൾ മെയിനായിട്ട് 10ാം ക്ലാസ്സിലെ ടെസ്റ്റ് ബുക്ക് മാറിയ പോലെ നമ്മുടെ ക്വസ്റ്റിൻ്റെ പാറ്റേണും ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അതിൽ 2 ടൈപ്പ് ചോദ്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ, പ്രസ്താവന ചോദ്യങ്ങളും, രണ്ടാമത്തെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ, കാര്യകാരണ ചോദ്യങ്ങൾ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യങ്ങളൊന്ന് വിലയിരുത്താം. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുണ്ടാവും. 4 ഓപ്ഷൻസ്. അത് 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ, ബി, സി, ഡി അങ്ങനെ ഒന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം പെട്ടെന്ന് വളരെ വലിയ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വാക്കുകൾ മെയിനായിട്ട് അതിലുള്ളൂ. ഒന്നാമത്തെ വാക്ക് മാഗ്നിഫിക്കേഷൻ, ആവർധനം. രണ്ടാമത്തെ വാക്ക് പവർ. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സാധനം അതിവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം പവറിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി പവറിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് കോൺകേവ് ലെൻസുമായിരിക്കും. ഈ 2 കാര്യങ്ങളും ഉറപ്പാക്കി വെക്കുക. ഇനി മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ നമുക്ക് പറയാം നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ഇൻവേർട്ട്, റിയൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥവും തലകീഴായതും. ആ റിയൽ ഇൻവേർട്ടഡ് കിട്ടുന്നത് നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ്, കോൺകേവിൽ കിട്ടൂല. അപ്പം നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് കോൺകേവിൻ്റെ കേസാണെന്ന് പറയാം. കോൺകേവിൻ്റെ മാത്രമല്ല, കോൺവെക്സിൽ ഒരു കേസിലുണ്ട്. ഏതാ? നമ്മുടെ ലാസ്റ്റ് കേസിൽ വയ്ക്കുമ്പോൾ സെയിം സൈഡ് കിട്ടാന്നുള്ള സംഭവം പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ റേ ഡയഗ്രാംസ് ഒക്കെ പഠിച്ചു വെച്ചോളാം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കേസ് മാഗ്നിഫിക്കേഷൻ വിൽ ഓൾവേസ് ബി പോസിറ്റീവ്. അത് കോൺവെക്സ് ലെൻസുമായിട്ട് വരുമ്പോൾ ഈ സെൻറ്റൻസ് റോങ് ആണ്. ഓക്കെ, ഇനി പവർ ഓഫ് ദ ലെൻസ് ഈസ് പോസിറ്റീവ്, ഇത് കറക്റ്റാണ്. ബാക്കി അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ ഓപ്ഷൻ നോക്കുമ്പോൾ 2 എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഈ 2 വന്നേക്കണത് ഓപ്ഷൻ എ ഇല്ല, കട്ട് ചെയ്ത് കളയാം. ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ സി ഇല്ല, ഓപ്ഷൻ ഡി ഉണ്ട്. ഈ 2 ഓപ്ഷനിൽ എനിക്ക് ഈ 2 ഓപ്ഷൻ മാത്രം വായിച്ചാൽ പോരെ? കാരണം ഓപ്ഷൻ ഡിയിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ബി ആണ്. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്തു നോക്കാം. അതുപോലെ തന്നെയുള്ള സെക്കൻഡ് ടൈപ്പ് ചോദ്യമാണ് അസേഷൻ റീസൺ ചോദ്യങ്ങൾ, കാര്യകാരണ ചോദ്യങ്ങൾ. ഇതിൽ മെയിനായിട്ട് ഒരു അസേഷൻ തരും, റീസണും തരും. അപ്പോൾ ഇവിടെയും ഒരുപാട് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ പേടിയാവും അല്ലേ? പേടിക്കേണ്ട മക്കളെ. നമുക്ക് ആദ്യം ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ അസേഷൻ മാത്രം ഒന്ന് വായിച്ചു നോക്കാം. എന്താണ്? ഇമേജ് ഇസ് ഫോംഡ് ഇൻ എ കോൺകേവ് ലെൻസ് ഈസ് ഓൾവേസ് വെർച്വൽ. കോൺകേവ് ലെൻസിൽ ഫോം ചെയ്യുന്ന, അതായത് കോൺകേവ് ലെൻസിൻ്റെ ഫിഗറൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ഇവിടെ ലെൻസ് ഫോം ചെയ്യുന്നു, യെസ്, ഇവിടെ ഫോം ചെയ്യുന്നു, ഇവിടെ തന്നെ കറക്റ്റായിട്ട് ഫോം ചെയ്യുന്നു, വെർച്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അസേഷൻ എന്ന് പറഞ്ഞാൽ ടിക്ക് ഇട്ട് കൊടുക്കാം, കറക്റ്റാണ് അല്ലേ? ഇനി അസേഷൻ മായ്ച്ചു കളയുക, എന്നിട്ട് റീസൺ മാത്രം ഒന്ന് വായിച്ചു നോക്കിയേ, ഒരു സെൻറ്റൻസ് മാത്രമായിട്ട്. യെസ്, ഇമേജസ് ദാറ്റ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ ആർ വെർച്വൽ. അതായത് നമ്മുടെ സ്ക്രീനിൽ പതിപ്പിക്കാവുന്ന പ്രതിബിംബങ്ങളാണ് മിഥ്യ എന്ന് പറയുന്നത്. ആണോ? അല്ല. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിയൽ എന്നാണ്. അപ്പോൾ റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? ഫോൾസ് ആണെന്ന് കിട്ടി. സോ നമ്മുടെ ഓപ്ഷനിലുണ്ട് ആൻസർ. ഇൻ കേസ് റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ ഒന്നും കൂടെ അസേഷൻ ഒന്ന് വായിച്ചു നോക്കുക സെപ്പറേറ്റ് ആയിട്ട്. എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കുക എക്സ്പ്ലനേഷൻ ആയിട്ട് ആണെങ്കിൽ ആ ഓപ്ഷൻ. പക്ഷെ നമ്മുടെ ഇവിടെ അത്രയും പോകേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഈ 4 ഓപ്ഷൻ നമുക്ക് നോക്കുമ്പോൾ അസേഷൻ എന്ന് പറയുന്ന സെൻറ്റൻസ് എന്താണ്? കറക്റ്റാണ്. റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇതൊരു തുടക്കം മാത്രമാണ്, ഓൺ എക്സാം മാത്രമല്ല. ഇനി നമുക്ക് ക്രിസ്മസ്, മോഡൽ, SLC. അപ്പോൾ നമ്മുടെ ന്യൂട്ടൻസിൽ ഇപ്പോഴും അഡ്മിഷൻ കണ്ടിന്യൂയിങ് ആണ്. ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് പഠിച്ച് എന്ത് ചെയ്യുക, എക്സാം അടിപൊളിയാക്കാം.